കുറ്റവാളികളെ മയിൽപീലി കൊണ്ട് തടവി ചോദ്യം ചെയ്ത് സുഖിപ്പിക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. സുഖിപ്പിക്കണോന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? പോലീസുകാരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണോ നീ? മര്യാദകേട് കണ്ട പ്രതികരിക്കുന്ന പൊതുജനത്തിൽ പെട്ടതാണ് സാറേ ഞാനും. അപ്പൊ പപ്പിമോക്കോ? എനിക്ക് കവിത എഴുത്തിന്. ആഹാ, അപ്പൊ സംഗതി തകർത്തു. കഥ എഴുത്തും കവിത എഴുത്തും രണ്ടും ഒരേ വീട്ടില്. ആ, ഇത് രണ്ടും നമുക്ക് ആ വാതൊക്കെ തന്നെ വെക്കാം, ആ ഷോക്കേസില്. വരുന്നവരൊക്കെ ഒന്ന് അറിയട്ടെ, പപ്പിയും സത്യം ചില്ലറക്കാരികളല്ലെന്ന്. കഥ വേണോ കവിത വേണോ എല്ലാം ഇവിടെ റെഡിയാണെന്നേ. അല്ല ശിവനങ്കിളെ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിവുകളുണ്ടെന്നും സമ്മാനങ്ങൾ കിട്ടിയെന്നും ശ്യാമാന്റിയെ രോഹിതങ്ങളിലേക്ക് അറിയിക്കണ്ടേ? അതെ, നമുക്ക് ഈ ട്രോഫികളും കാണിക്കാം, അപ്പൊ എല്ലാരും വിശ്വസിക്കും. അപ്പോ നമ്മളിപ്പോ സത്യാമ്മയുടെ അടുത്തേക്ക് പോണ്ടെന്നാണോ പറയുന്നേ? നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്കൊന്ന് പോവാന്നേ, ശ്യാമാന്റിയും കാണാലോ. ശരി, നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ പറഞ്ഞാ പിന്നെ അതങ്ങനെ തന്നെയാ. അയ്യോ, ഒരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് നേരത്തെ വീട്ടിലെത്തിക്കണമെന്നാ സത്യാമ്മ പറഞ്ഞിരിക്കുന്നേ. അതെന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. അയ്യോ, അപ്പൊ ശ്യാമാന്റി ഈ ട്രോഫി ഒന്നും കാണിക്കാൻ പറ്റൂല? അതിന് ശിവനങ്കിൾ ഒരു ഐഡിയ പറയട്ടെ. ഈ ട്രോഫിയും കൊണ്ട് അങ്കിൾ അവിടെ പോയി വിവരങ്ങൾ പറഞ്ഞാ പോരെ? അങ്കിൾ ആണെങ്കിൽ ഇന്ന് കളക്ഷന് പോകുന്നത് ആ വഴിക്കുവാ. മറ്റൊരു ദിവസം നിങ്ങളെയും കൂട്ടിക്കൂട്ടി ചെല്ലാന്ന് പറയുകയും ചെയ്യാം. എന്താ, അതുപോലെ? ആ, അതാവുമ്പോ സത്യാമ്മ പറഞ്ഞ സമയത്ത് നമുക്ക് വീട്ടിൽ ചെല്ലുകയും ചെയ്യാം, കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? എന്നാ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. ആ, എന്നാ ശരി, നിങ്ങളെ വീട്ടിലാക്കിയിട്ട് ഞാൻ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവാം. അപ്പൊ വേറൊരു ദിവസം നമ്മൾ ഒരുമിച്ച് പോവും. ആ, അതൊക്കെ സെറ്റ്, കൈകൊട്. ആ, ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയൊക്കെ ആലോചിച്ചാലും സാറിനെ പോലെ ഒരാൾ എന്നെ കാണാൻ വരണമെങ്കിൽ ഞാനെന്തെങ്കിലും കുറ്റം ചെയ്യണ്ടേ സാറേ? അങ്ങനെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ പറയുന്നു അച്ഛൻ നിരപരാധിയാണെന്ന്. ഞാനിപ്പോ എന്താ വേണ്ടേ? നിങ്ങൾ തന്നെ പറ. സാറെന്താ പറഞ്ഞു വരുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, അപ്പൊ ഇവിടേക്ക് വന്ന ഞാനാണ് കുഴപ്പക്കാരൻ. ഇവിടെ ആർക്കും ഒന്നും അറിയാൻ പാടില്ല, ഒരു തെറ്റും ആരും ചെയ്തിട്ടുമില്ല. എന്നിട്ടും ഇവിടുന്ന് ഒരാളെ കാണാതായിരിക്കുന്നു. അതെ, നിങ്ങളുടെ ഭാര്യയല്ലേ ശാരദ? അതെ. അവര് ഇപ്പോ എവിടെയുണ്ട്? എനിക്കറിയില്ല സാറേ. എവിടെയുണ്ടെന്ന് ചോദിച്ചതിൽ നിശുദ്ധമായ മറ്റൊരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ശാരദ ജീവനോടെ ഉണ്ടോ? അതോ നിങ്ങൾ അവരെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടോ? സാറേ, വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത്. അത് എന്റെ പെൺമക്കളുടെ മുമ്പിൽ വെച്ച്. ചോദിക്കാൻ പാടില്ല, പ്രവൃത്തിയാവാ അല്ലേ? വീട്ടിൽ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതാവുക. അവരെക്കുറിച്ച് ചോദിക്കുമ്പോ അറിയില്ലെന്നുള്ള പതിവ് വാചകം പറയുക. കൂടുതൽ ഡീറ്റെയിൽ ആയി ചോദിച്ചാൽ തട്ടിക്കേറാൻ വരിക. ഒരു കാരണവുമില്ലാതെ ചൂടാവുക. ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ എന്താണ്? എന്തോ ഒരു കള്ളം മനസ്സിനകത്ത് ഒളിപ്പിക്കുന്നില്ലേ? അല്ല, എനിക്കങ്ങനെ തോന്നാലോ, ശരിയല്ലേ? സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എൻ്റെ ഭാര്യ ശാരദയെ എനിക്കറിയാവുന്ന ഏതോ ഒരു സ്ഥലത്ത് മാറ്റിയിരിക്കുകയാണെന്നാണോ? അല്ലേ? അതല്ലേ സത്യം? ഏയ് അല്ല. എങ്കിൽ അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരെ കൊന്നു. സാറേ, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. സത്യം പറയുമ്പോ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. നിങ്ങളല്ലേ അവരെ ഇവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയത്? അതിന് നിങ്ങളുടെ ഈ മക്കൾ സാക്ഷിയല്ലേ?
അല്ലെങ്കിൽ അവര് കണ്ടില്ലെന്ന് പറയട്ടെ. പറ, ശരിയല്ലേ? അച്ഛൻ വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ ചോദിച്ചിട്ടും അമ്മയെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അച്ഛൻ പറഞ്ഞില്ല. ഹ, ഹ, ദാ കേക്ക്, ആദ്യത്തെ സാക്ഷി നിങ്ങളുടെ മോള് തന്നെയാ. ഇനി പറ, ആ ബോഡി നിങ്ങൾ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നേ? ഞാൻ എൻ്റെ ശാരദയെ കൊന്നുവെന്ന് ഇനി ഒരു വട്ടം കൂടി പറഞ്ഞ സാറിനെയും കൊല്ലും, ഞാനും ചാവും. ഇത് ഗോപാലകൃഷ്ണ പറയുന്നത്. ഏയ്, വേണ്ട, കൊള്ളാലോ. അപ്പോ താനൊരു കൊലയാളിയാ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വരെ കൊല്ലൂന്ന് പറയുന്നവന് ഒരു സ്ത്രീയെ കൊല്ലാൻ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കോളറിന് കുത്തിപ്പിടിച്ചതിന് തനിക്കൊരു ശിക്ഷ വേണം. ഇങ്ങോട്ട് മാറിക്കണം. നിന്റെ അച്ഛന്റെ പ്രായമില്ലടാ. കുറ്റവാളികളെ മയിൽപീലി കൊണ്ട് തടവി ചോദ്യം ചെയ്ത് സുഖിപ്പിക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. സുഖിപ്പിക്കണോന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? പോലീസുകാരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണോ നീ? മര്യാദകേട് കണ്ട പ്രതികരിക്കുന്ന പൊതുജനത്തിൽ പെട്ടതാണ് സാറേ ഞാനും. 3 നേരം ഉണ്ണുന്നത് ചോറ് തന്നെയാ. അതുകൊണ്ട് ഇതുപോലുള്ള ചെറ്റത്തരം കണ്ട പ്രതികരിച്ചുന്നിരിക്കും. എങ്കിൽ നല്ല ഇടിയും കിട്ടും. കാക്കിയിട്ടവന്റെ അടിയെന്ന് പറഞ്ഞ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ പവർ ഉണ്ടാവൂടാ. നിനക്കത് ചിലപ്പോ ഇപ്പൊ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാക്കി എന്നാടാ നിനക്കുണ്ടായത്? നീ നിന്റെ അടിയുടെ പവറിനെ കുറിച്ച് പറഞ്ഞല്ലോ. കോളേജ് ഇലക്ഷന്റെ തലേന്ന് സ്റ്റാച്യു ജംഗ്ഷനിൽ ആർട്സ് കോളേജിലെ പൂച്ചാണ്ടി സുനിലും കൂട്ടരും നിന്നെ വളഞ്ഞിട്ട് തല്ലിയപ്പോ നീ ഇപ്പൊ പറഞ്ഞ ഇടിയുടെ പവറൊന്നും ഞാനന്ന് കണ്ടില്ലല്ലോ. ഓ, അന്ന് നിനക്ക് കാക്കിയില്ലല്ലോ അല്ലേ? കാക്കി ഇട്ടാ മാത്രം ബലം വെക്കുന്ന നിന്റെ മുഷ്ടിയുടെ പവറ് അടിതടവ് പഠിച്ച ആണുങ്ങളുടെ മുമ്പിൽ നീ എടുക്കരുത്. എടുത്ത മുന്നും പിന്നും നോക്കില്ല. ഇരുട്ടത്ത് പതിയിരുന്ന് തീച്ചാങ്കത്തി കയറ്റും പിള്ളേര് പറഞ്ഞില്ല എന്ന് വേണ്ട.